പ്രിയ പ്രേക്ഷകരെ, ഭക്തരെ, നമ്മുടെ പ്രിയപ്പെട്ട അക്ഷരശ്ലോകാചാര്യൻ ശ്രീ വി രാമചന്ദ്ര അയ്യർ മാസ്റ്ററുടെ നവതി ആഘോഷം 2024 നവംബർ 24 ഞായറാഴ്ച നടന്നു. സംസ്കൃതം, മലയാളം ഭാഷകളുടെ പ്രചാരണത്തിനും പരിശീലനത്തിനും നിസ്തുലമായ സംഭാവനകൾ നൽകിയ ഈ മഹാനുഭാവൻ്റെ 90-ാം പിറന്നാൾ അമൃത നവതി എന്ന പേരിൽ വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. ഒറ്റപ്പാലം ചുനങ്ങാട് കൊട്ടേക്കാവിന് സമീപത്തുള്ള മോഡേൺ ഓഡിറ്റോറിയത്തിലായിരുന്നു സമാധരണ സദസ്സ്. അതിൻ്റെ ചില ചിത്രീകരണങ്ങൾ നടത്താൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായി. ആ പരിപാടികൾ കാണുക, തുടർന്നുള്ള ഭാഗങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. ഹരി ഓം. ഗുരുപ്രണാമം നാൾവഴികളിലൂടെ ശ്രീ വി രാമചന്ദ്രയ്യർ മാസ്റ്ററുടെ ജീവിത പ്രയാണത്തിലൂടെ ഒരു പ്രദക്ഷിണം. ശ്രീ രാജീവ് കാറൽമണ്ണ. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു മികച്ച ജ്യോതിഷിയായിരുന്നു എന്ന് പറയാൻ കാരണം ഒരു ഉദാഹരണം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരാൾ ഒരിക്കൽ തന്റെ ജാതകം നഷ്ടപ്പെട്ട് ഇദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം ജാതകം ഉണ്ടാക്കി കൊടുത്തു അത്രേ. ആ ഉണ്ടാക്കി കൊടുത്ത ജാതകം പഴയ ജാതകത്തിന്റെ തനി പകർപ്പായിരുന്നു എന്നാണ് പറയുന്നത്. അത്ര മഹാനായ കേമനായ ഒരു ജ്യോതിഷിയായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ. ആർക്കറിയാം, അദ്ദേഹം അന്നേ ഗണിച്ചിട്ടുണ്ടാവുമോ എന്ന് അറിയില്ല. കുറേ കാലത്തിന് ശേഷം തന്റെ മകൻ ഇങ്ങനെ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന, വാഴ്ത്തപ്പെടുന്ന ഒരാളായി മാറുമോ എന്ന് അദ്ദേഹം അന്നേ ഗണിച്ചിരിക്കുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് അന്നേ ഉണ്ടായിട്ടിരിക്കണം. എന്തായാലും പഠനകാലം എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പഠനത്തിൽ എല്ലാറ്റിലും ഒന്നാമതായിരുന്നു, ഒന്നിലൊഴികെ, കണക്കിലൊഴികെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കണക്കിൽ ഞാൻ മഹാമണ്ഡനായിരുന്നു എന്ന വാചകമാണ് എന്നോട് പറഞ്ഞത്. അതായത് 10ാം ക്ലാസ് പരീക്ഷയ്ക്കൊഴികെ ബാക്കി ഒന്നിലും കണക്കിൽ ജയിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ജീവിതത്തിന്റെ കണക്കിൽ അദ്ദേഹം തീർച്ചയായും വിജയിച്ചു എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലേ? അന്നത്തെ ആ കണക്ക് പരീക്ഷയ്ക്ക് തോറ്റിട്ടുണ്ടെങ്കിൽ, നിരവധി കണക്ക് പരീക്ഷകളിൽ തോൽവി ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും കണക്കിൽ അദ്ദേഹത്തിന് ഒരു പരാജയം സംഭവിച്ചിട്ടില്ല. തിളങ്ങി നിൽക്കുക തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ചെയ്യുന്നത്. എന്തായാലും ഈ 10ാം ക്ലാസ് പരീക്ഷയിൽ കണക്കിന്റെ കടമ്പകളും മറ്റെല്ലാ വിഷയങ്ങളുടെയും ഉന്നത വിജയവും കടന്ന് അദ്ദേഹം നേരെ ചെന്നത് സെന്റ് തോമസ് പാല കോളേജിലേക്കാണ്. ഇന്റർമീഡിയറ്റ് കാലത്തെയാണ്. ഇന്നത്തെ +2 എന്ന് പറയാം, കുറച്ചു മുമ്പത്തെ പ്രീ ഡിഗ്രി എന്ന് പറയാം. പഴയ ഇന്റർമീഡിയറ്റ് കാലത്തെ ആണ് ചെന്നത്. അതിൽ മികച്ച വിജയം, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച് പാസ്സായ വിദ്യാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം അവിടെ നിന്ന് പുറത്തിറങ്ങിയത്. പിന്നീട് മലയാളം ഓണേഴ്സിന് ചേരാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോയെങ്കിലും ഇംഗ്ലീഷിൽ കുറച്ച് മാർക്ക് കുറവുണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇതിനേക്കാൾ മാർക്കുള്ള കുട്ടികൾ വേറെയുണ്ട്, തനിക്ക് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം തിരിച്ച് മഹാരാജാസ് കോളേജിൽ മലയാളത്തിന് ചേരുകയാണ് ചെയ്തത്. മഹാരാജാസ് കോളേജിലെ മലയാള പഠനവും അതിഗംഭീരമായ രീതിയിൽ തന്നെ പൂർത്തിയാക്കി. എടുത്തു പറയേണ്ട ഒരു കാര്യം, അന്ന് അവിടെ ജി ശങ്കരക്കുറുപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അധ്യാപകനായി ജി ശങ്കരക്കുറുപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ജി ശങ്കരക്കുറുപ്പിന്റെ റിട്ടയർമെന്റും എന്റെ ഡിഗ്രി കാലം അവസാനിച്ചതും ഒരേ വർഷമായിരുന്നു എന്നുള്ളതാണ്. ശങ്കരക്കുറുപ്പിനോട് കൂടി തന്നെ നിരവധി പ്രമുഖരായിട്ട് അധ്യാപകരുടെ ശിക്ഷണം ലഭിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ പിന്നീട് പല തലമുറകൾക്കും നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി എന്നുകൂടി നമുക്കിത് ചേർത്ത് വായിക്കാവുന്നതാണ്. പിന്നീട് അതിനുശേഷം ടീച്ചിങ്ങിലേക്ക് അദ്ദേഹം കടക്കുകയാണ്. ടീച്ചിങ്ങിലേക്ക് നിരണം സ്കൂളിലാണ് ആദ്യം അധ്യാപകനായിട്ട് ചേർന്നത്, സെന്റ് മാരീസ് സ്കൂളിൽ. അവിടെ കുറച്ചു കാലം അധ്യാപകനായി വർത്തിച്ചു. പിന്നീട് പ്രൊമോഷൻ കിട്ടേണ്ട സമയമായപ്പോൾ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം പ്രൊമോഷൻ കിട്ടാതെ വന്നു. അങ്ങനെ പിന്നീട് PSC പരീക്ഷ എഴുതുകയാണ് ചെയ്യുന്നത്. PSC പരീക്ഷ എഴുതി 1963 1ാം റാങ്കോടുകൂടി, സംസ്ഥാനത്ത് PSC 1ാം റാങ്കോടുകൂടി അദ്ദേഹം പാസ്സായി. നേരെ നിലമ്പൂർ മാനവേദ സ്കൂളിൽ മലയാളം അധ്യാപകനായി ചേരുകയാണ് ചെയ്തത്. എവിടെയും ഒന്നാമനാവാനുള്ള ഒരു ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായി. അതിൻ്റെ പ്രതിഭ അദ്ദേഹത്തിന് ജന്മനാൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. അവിടെ അദ്ദേഹം വീട് വെച്ച് താമസമായി. അച്ഛനെയും അമ്മയെയും അദ്ദേഹം കൂട്ടത്തിൽ കൊണ്ടുവന്നു എന്നുള്ളത് കൂടി പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. അച്ഛൻ
അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിൽ തന്നെ കിടന്നാണ് മരിച്ചത് എന്നും അദ്ദേഹം ഓർക്കുന്നുണ്ട്. അമ്മ പിന്നീടാണ് മരിച്ചത്. അച്ഛനെയും അമ്മയെയും നോക്കി എന്നുള്ള ചാരിതാർത്ഥ്യം അദ്ദേഹത്തിന് എന്നുമുണ്ട്. പിന്നീട് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ, അതായത് ഈ പഠനത്തിന് കുട്ടികൾ വന്ന് ശ്ലോകം പഠിക്കാൻ ഫീസ് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു വാചകണ്ടത്രേ, അച്ഛനെയും അമ്മയെയും ശുശ്രൂഷിക്കാൻ ഞാൻ പണം മേടിക്കാറില്ല എന്ന് പറയാറുണ്ടത്രേ. അച്ഛനെയും അമ്മയെയും ശുശ്രൂഷിക്കാൻ പണം മേടിക്കാറില്ല എന്ന് പറഞ്ഞാൽ മാതൃഭാഷയെ സേവിക്കാൻ നമുക്ക് ആവശ്യമില്ല. അതെന്റെ ജീവിത നിയോഗമാണ്. ഈ ജീവിത നിയോഗം നിലമ്പൂർ കാലം മുതൽക്കേ, കുട്ടിക്കാലം മുതൽക്കേ അദ്ദേഹം ഭംഗിയായി നിറവേറ്റി എന്നത് അദ്ദേഹത്തിന്റെ മഹാപുണ്യം തന്നെയായിട്ട് നമുക്ക് ഗണിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബം, ഭാര്യ മരിച്ച് 19 വർഷമായി, 19 വർഷമായി എന്നാണ് പറഞ്ഞത്. 3 മക്കള്, 2 പെണ്ണും 1 ആണും. അവരൊക്കെ ഇവിടെ സദസ്സിൽ ഉണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നിരവധിയായിട്ടുള്ള ശിഷ്യര് പേറ്റുമൊടുവിൽ നമ്മളിവിടെ കണ്ടു. നിലമ്പൂരിൽ നിന്ന് ഇവിടേക്ക് വന്ന ഒരു SP കണ്ടു നമ്മൾ. അങ്ങനെ നിരവധി ശിഷ്യർ അദ്ദേഹത്തിന് നിലമ്പൂർ കാലത്ത് ഉണ്ടായിരുന്നു. ഒരു അധ്യാപകൻ, ശരിക്ക് അധ്യാപകന്റെ ക്വാളിറ്റി എന്ത് എന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കരുണയും വാത്സല്യവും ഉണ്ടെങ്കിൽ മികച്ചൊരു അധ്യാപകനായിട്ട് മാറും എന്നുള്ളതാണ്. അറിവുണ്ടാവണം. അറിവുണ്ടായാൽ മാത്രം പോരാ, കരുണ, വാത്സല്യം തീർച്ചയായിട്ടും അധ്യാപകൻ ഉണ്ടാവണം. ആ അധ്യാപകന്റെ കയ്യിലൂടെ കടന്നു പോകുന്ന കുട്ടികൾക്ക് അതിൻ്റെ ഒരു ഗുണം ഉണ്ടായിരിക്കും. ജീവിതത്തിന്റെ വഴിത്തിരിവുകളിൽ അവർ നേരായ വഴികളിലൂടെ തിരിയും. എവിടെ എന്ത് എന്ന് ആലോചിച്ച് സംശയിച്ചു നിൽക്കുന്ന, സന്ദേഹിച്ചു നിൽക്കുന്ന സമയങ്ങളിൽ ഇത്തരം അധ്യാപകർ അവർക്ക് തുണയാകും. അവർ ശരിയായ വഴിയിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യും. അങ്ങനെ നേരായ വഴി തെളിയിച്ചു കൊടുത്ത നിരവധി ശിഷ്യർ അദ്ദേഹത്തിനുണ്ട്. എനിക്ക് തോന്നുന്നത് കുറെ പേർ ഇന്നിവിടെ വന്നിട്ടുണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ്. ഇത്രയും ദൂരം കടന്ന് ഇത്രയും കാലം കഴിഞ്ഞ് അവർ ഇന്നും ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അന്ന് അവർ നേടിയത് എല്ലാ കാലത്തും കൂടെ കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ്. 1990 മാർച്ച് 31 അദ്ദേഹം റിട്ടയർ ചെയ്തത്. അതിന്റെ ഇടക്കാലത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ നല്ല കൃഷിക്കാരനും കൂടി ആയിരുന്നു എന്ന് പറഞ്ഞു. അച്ഛൻ്റെ കൂടെ കൃഷി ചെയ്ത ഒരു രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് നിലമ്പൂർ വീട്ടിലും അദ്ദേഹം തുടർന്നുണ്ടായിരുന്നു. ഈ കൃഷി എന്നുള്ളത് നിസ്സാര കാര്യമല്ല. കൃഷിയോടുള്ള ഒരു ആഭിമുഖ്യം ഒരാളെ വിനയാന്വിതനാക്കും എന്നുള്ളതാണ്. കാരണം മണ്ണുമായിട്ടാണ് ഇടപെടുന്നത്. മണ്ണുമായിട്ട് ഇടപെടുമ്പോൾ ഒരാൾ തീർച്ചയായും വിനയാന്വിതനായി മാറും എന്നുള്ളത് സ്വാഭാവികമാണ്. ആ മണ്ണിന്റെ മണം, മണ്ണിന്റെ ഗുണം അദ്ദേഹത്തിന് ആരോഗ്യത്തിൽ, ശരീരത്തിലും മനസ്സിലുമൊക്കെ സ്വാഭാവികമായിട്ട് വന്നു ചേർന്ന ഒരു ഗുണം കൂടിയായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. 1990 മാർച്ച് 31 റിട്ടയർ ചെയ്ത് നിലമ്പൂർ റിട്ടയർ ചെയ്ത ആൾ അദ്ദേഹം തൊട്ട് പിറ്റേ ദിവസം ഏപ്രിൽ 1 തീയതി ഇവിടെ ചുനങ്ങാട് ഈ ഇപ്പോൾ കാണുന്ന വീട് വാങ്ങി താമസാക്കുകയാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ 3-ാം ഘട്ടം. ഒരു പക്ഷേ ഉജ്ജ്വലമായ 3-ാം ഘട്ടം എന്ന് നമുക്ക് പറയാം. പ്രായം കൂടുന്തോറും ഒരാളിൽ പ്രതിഭയും മനീഷയും എല്ലാം കൂടുന്നു എന്ന് പറയാറുണ്ട്. കൽപ്പറ്റ മാഷ് പറയുന്നൊരു കാര്യമുണ്ട്. ഒരാൾ ഒരു തളികയിൽ വാർദ്ധക്യത്തെയും എൻ്റെ ചെറുപ്പത്തെയും വെച്ച് എനിക്ക് നേരെ നീട്ടി ഇതിൽ ഏത് വേണം എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ പറയും, എൻ്റെ വാർദ്ധക്യത്തെ മതി. എൻ്റെ വാർദ്ധക്യത്തിൽ ഇത്രയും കാലം ഞാൻ ആർജിച്ചെടുത്ത അറിവുകളുണ്ടല്ലോ, ആ അറിവുകൾ ചെറുപ്പകാലത്ത് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ ശരീരത്തിനും മനസ്സിനും പ്രായം കൂടുന്തോറും ഒരാൾ അത്രമാത്രം ഉന്നതിയിലേക്ക് എത്തുന്നു. അങ്ങനെ ഔന്നത്യത്തിലേക്ക് എത്തിയ ഒരാളെയാണ് ചുനങ്ങാട് നമ്മൾ കണ്ടത് എന്നുള്ളതാണ്. അത്രയും കാലം മാഷായിരുന്ന ആൾ പിന്നീട് ഗുരുവായി മാറുകയാണ് ചെയ്തത് എന്നർത്ഥം. അത്രയും കാലം മാഷായിരുന്ന ആൾ പിന്നീട് ഗുരുവായി മാറി അന്ധകാരത്തെ അകറ്റാൻ കഴിവുള്ള 100 കണക്കിന് ശിഷ്യരിലൂടെ അദ്ദേഹം അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അവിടെ വിശ്വ സംസ്കൃത പ്രതിഷ്ഠാന്റെ ക്ലാസുകൾ തുടങ്ങാൻ വേണ്ടിയാണത്ര അദ്ദേഹം ആദ്യമായിട്ട് ബോർഡ് സ്ഥാപിച്ചത് വീടിന്റെ മുമ്പിൽ. ആ സംസ്കൃത ടീച്ചിങ്ങിനോടൊപ്പം തന്നെ അദ്ദേഹം ശ്ലോക പഠനവും കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങി, ശ്ലോകം പഠിപ്പിച്ചു തുടങ്ങി. അദ്ദേഹം അന്ന് പറഞ്ഞു,
ശ്ലോകങ്ങൾ അദ്ദേഹം പഠിക്കുന്നു, കുട്ടികളെ പഠിപ്പിക്കുന്നു എന്ന രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാം സ്വന്തം പഠിക്കുന്നു, കുട്ടികളെ പഠിപ്പിക്കുന്നു. അവിടെ സ്വാഭാവികമായിട്ടും നമുക്ക് നേരത്തെ പറഞ്ഞൊരു കാര്യം ഞാൻ ആവർത്തിക്കുന്നില്ല. എത്രയാണ് ഫീസ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം അദ്ദേഹം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. അദ്ദേഹം കുട്ടികൾക്ക്, എൻ്റെ അനുഭവത്തിൽ തന്നെ പറയാം, അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി പിന്നീട് ജീവിതം ഒഴിഞ്ഞു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സ്വന്തം ശിഷ്യർക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വിശ്വ സംസ്കൃത പ്രതിഷ്ഠാന്റെ ക്ലാസുകൾ 2 വർഷത്തിന് ശേഷം അവസാനിപ്പിക്കേണ്ടി വന്നുവെങ്കിലും ആ ബോർഡ് ചെറുതായിട്ടൊന്ന് മാറ്റി അമൃതഭാരതി ശ്ലോക സമിതി എന്നാക്കി മാറ്റി 2 വർഷത്തിന് ശേഷം. അങ്ങനെ നിരവധിയായിട്ടുള്ള പുരസ്കാരങ്ങളിലൂടെ, ശമ്പളങ്ങളിലൂടെ, എന്താ ശമ്പളം എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ട് എന്നാണ്. എന്താ ശമ്പളം? ശമ്പളം കിട്ടുന്നത് തൻ്റെ ശിഷ്യർക്ക് കിട്ടുന്ന സമ്മാനങ്ങളാണ് എൻ്റെ ശമ്പളം എന്നുള്ളതാണ്. ഇങ്ങനെ നിരവധി ശമ്പളം, വലിയ ശമ്പളം അദ്ദേഹം മേടിച്ചിട്ടുണ്ടായിട്ട് ഉറപ്പാണ് കേട്ടോ. അത്രമാത്രം ശിഷ്യര് കേരളത്തിലുടനീളം അങ്ങിങ്ങായി നടക്കുന്ന വേദികളിൽ ഉടനീളം സഞ്ചരിച്ച് ഏകാക്ഷരത്തിലാവട്ടെ, തൃശ്ശൂർ പൂരത്തിലാവട്ടെ, എല്ലാറ്റിനും മെഡൽ മേടിച്ച് അദ്ദേഹത്തെ ധനാഢ്യനാക്കിയിട്ടുണ്ട്. അത്രമാത്രം സമ്പത്ത് തീർച്ചയായിട്ടും അയ്യർ മാഷ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് അദ്ദേഹത്തെ ഇന്ന് സന്തോഷവാനായിട്ട് നമ്മോടൊപ്പം. അദ്ദേഹം പറയുന്നത് ജീവിക്കുന്നു നിങ്ങളിലൂടെ പറയാറില്ലേ നമ്മള്, കുട്ടികൾ തരുന്ന ഊർജമാണ് ഇപ്പൊ ഇന്ന് എന്നെ ജീവിപ്പിക്കുന്നത് എന്നുള്ളതാണ്. വലിയൊരു ഗുരുവിന് മാത്രം കഴിയുന്ന കാര്യമാണ്. എനിക്ക് കിട്ടുന്ന ഊർജം നിങ്ങളാണ്. അതങ്ങനെയാണ്. നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ, നാം ചെയ്യുന്ന കാര്യം അവരിലൂടെ വിജയിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നമ്മളിലുള്ള ആ ഊർജത്തെ വലുതാക്കും. അങ്ങനെ വർദ്ധിത വീര്യത്തോടെ, വർദ്ധിത ഊർജത്തോടെയുള്ള ഒരു ഗുരുവിനെയാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ശിഷ്യപരമ്പര അവിടെ അവസാനിച്ചിട്ടില്ല, തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പ്രധാന ശിഷ്യയുടെ രാധിക ശ്ലോകം പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമൃതഭാരതി നിൽക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പ് പറഞ്ഞു. തുടരും, തീർച്ചയായും തുടരാതിരിക്കില്ല. അദ്ദേഹത്തിന് ഭാവിയെക്കുറിച്ചുള്ള ഒരു ധാരണയുണ്ട്. ഇത് ട്രസ്റ്റ് ആക്കി മാറ്റണം എന്നുള്ളതാണ്. അമൃതഭാരതി വിദ്യാലയം അവസാനിക്കാതെ ഒരു ട്രസ്റ്റ് ആക്കി മാറ്റണം. ആ ട്രസ്റ്റ് റോഡ് സൈഡിലേക്ക് മാറ്റി അവിടെ വലിയ ലൈബ്രറി എല്ലാം സ്ഥാപിച്ച് അതൊരു വലിയ ഭാഷാ പഠന കേന്ദ്രമാക്കി മാറ്റണം എന്നുള്ളതാണ് താല്പര്യം, എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. തീർച്ചയായിട്ടും അദ്ദേഹം അത് നിറവേറ്റാതിരിക്കില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യര് അത് നിറവേറ്റിക്കൊടുക്കാതിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. എന്താണ് മാഷ് ഭാഷയ്ക്ക് നൽകിയ സംഭാവനകൾ എന്ന് ചോദിച്ചാൽ, ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് തന്നെയാണ് അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ സംഭാവന. ശ്ലോക സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. നല്ല ഭാഷ, നല്ല വാക്ക് ഓതുവാൻ ത്രാണി ഉണ്ടാകണം എന്നല്ലേ പറയാ നമ്മൾ, അല്ലേ? നല്ല വാക്ക് ഓതുവാൻ ത്രാണി ഉണ്ടാകണം എന്നാ പറയാറുള്ളത്. ആ നല്ല വാക്ക് നല്ല രീതിയിൽ ഓതുവാൻ ത്രാണി ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത ഒരു കാര്യം. അതോടൊപ്പം തന്നെ വെളിച്ചം, ഒരു ഗുരു ചെയ്യേണ്ട കാര്യം എന്താണോ വെളിച്ചം വിതറുക എന്നുള്ളത് തന്നെയാണ്. ആ വെളിച്ചം മൺചരാതെങ്കിലും വെച്ചു പോകാം. നിറയെ മൺചരാതികൾ വെച്ചാണ് അയ്യർ മാഷ് ഇന്ന് ഈ നവതി ആഘോഷിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാ ആദരങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അടുത്തതായി പുസ്തക പ്രകാശനം. ഇവിടെ ഇപ്പോൾ എൻ്റെ ഒരു പൂർവ്വ ശിഷ്യനായ ചേന്നൻ്റെ, തുളസീതളം എന്നറിയപ്പെടുന്ന ചേന്നൻ്റെ ആത്മകഥയായ നിഴലും നിലാവും എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്യേണ്ടത്. അദ്ദേഹം ആരണ്യകം, പീലി, കാലം എന്നീ 2 കവിതാ സമാഹാരങ്ങളും ശ്രീരാമോദന്തം സംസ്കൃതത്തിലുള്ളതിൻ്റെ
ഭാഷാ പരിവർത്തനവും ചെയ്തിട്ടുണ്ട്. കൂടാതെ സംസ്കൃതത്തിലുള്ള ഒന്നാം തരം സുഭാഷിത രത്നങ്ങളുടെ തർജ്ജമയും നിർവഹിച്ചിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. വായിക്കേണ്ട ഒരു പുസ്തകമാണ്. ഞങ്ങള് നാദബ്രഹ്മത്തിൽ വിശ്വസിക്കുന്നവരാണ്. നാദം ബ്രഹ്മമാണ് എന്ന അടിയുറച്ച വിശ്വാസം. ബ്രഹ്മം എന്നാൽ ഈശ്വര ചൈതന്യം. നാദത്തിന് ഈശ്വര ചൈതന്യം കൊടുക്കാൻ കഴിയുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമാണ്. മറ്റ് ജീവികൾക്കൊക്കെ നാദമുണ്ടാവും. പക്ഷേ നാദത്തെ ബ്രഹ്മമാക്കാനുള്ള ആ കഴിവ് മനുഷ്യനിലുണ്ട്. അങ്ങനെയുള്ളവരാണ് കവികളാകുന്നത്, ഗായകരാകുന്നത്. ഇവിടെ പിന്നീട് കവിതാ പുസ്തക പ്രകാശനം നമ്മൾ കൂടുതൽ പറയാം. അവിടെ നിൽക്കണം. ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ശ്രീമാൻ തുളസീദളം എന്നങ്ങനെയാണ് പറയുന്നത്. വളരെ 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 താഴ്ന്ന നിലയിൽ നിന്ന് ഉയർന്ന നിലയിലേക്ക് എത്തിയ ഒരു വ്യക്തിയാണ്. അതാണ് നിഴലും നിലാവും എന്ന് പറയുന്നത്. നിഴലിൽ നിന്ന് നിലാവിലേക്കുള്ള ഒരു പ്രയാണമായിരുന്നു തുളസീദളത്തിൻ്റെ യാത്ര. ഞങ്ങൾ നിലമ്പൂരിൽ താമസിച്ചിരുന്നതിൻ്റെ അടുത്ത് ഒരു പുഴയുണ്ട്, കുതിരപ്പുഴ. ചാലിയാറിൽ ചെന്ന് ചേരുന്ന ഒരു ശാഖ. ആ കുതിരപ്പുഴയിലാണ് ഞങ്ങൾ ദിവസവും കുളിച്ചിരുന്നത്. ഈ കുതിരപ്പുഴയുടെ കരയിലാണ് തൃക്കൈകുത്ത് എന്ന സ്ഥലം. രാമൻകുത്ത്, കൃഷ്ണൻകുത്ത്, അങ്ങനെ പല കുത്തുകൾ പോലെയുണ്ട്. ആ കുത്തത്തിൽ ഒന്നാണ് തൃക്കൈകുത്ത്. തൃക്കൈകുത്തിലുള്ള ഏതാനും കുടുംബങ്ങൾ ഇന്നിവിടെ വന്നിരുന്നു. ശ്രീമതി കൽപ്പകം, ശ്യാമള, പിന്നെ തൃക്കൈകുത്ത് വാര്യത്തുള്ള പലരും, സരസ്വതി, സുരോജ, മധു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു ചെറിയ പുൽപ്പുര, ഒരു മുറി മാത്രം. പുൽപ്പുര ആണ്ടുതോറും മേയില്ലെങ്കിൽ ചോറും തൊടിക്കും. അതിൽ 4 മക്കള്, അച്ഛനും അമ്മയും. അതിൽ ഏറ്റവും മൂത്തയാളാണ് ഈ ചേർന്നൻ എന്ന പേരുകൊണ്ട് തന്നെ അറിയാം നിങ്ങൾക്ക് ആ സമുദായം. അവരുടെ തൊഴില് മുള വെട്ടി, കുട്ട, മുറം, വട്ടി മുതലായവ ഉണ്ടാക്കി വിൽക്കുകയാണ്. അതുകൊണ്ടാണ് അവര് ഉയർന്നിരുന്നത്. അച്ഛനും അമ്മയ്ക്കും എഴുതാനും വായിക്കാനും അറിയില്ല. ആ സാഹചര്യത്തിൽ നിലത്ത് ചണച്ചാക്ക് വിരിച്ച് മണ്ണെണ്ണ വിളക്ക് കൊളുത്തി അതിൻ്റെ വെളിച്ചത്തിൽ ഇരുന്നാണ് ഈ കുട്ടികൾ പഠിച്ചത്. പക്ഷേ പഠിക്കണം പഠിക്കണം വീണ്ടും പഠിക്കണം എന്നുള്ള ആ ഉള്ളിലുള്ള ത്വര
അതായത് നാദത്തെ ബ്രഹ്മമാക്കാനുള്ള ആ ത്വര അതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചേന്നൻ എന്നുള്ള ആ പരമദരിദ്രനായ വിദ്യാർത്ഥി വളരെ ഉന്നതമായ നിലയിൽ എത്തിച്ചേർന്നു. BSNൽ ജോലി കിട്ടി, ലക്ഷദ്വീപിലും മറ്റുമൊക്കെ ജോലി ചെയ്ത് ഒടുവിൽ കോഴിക്കോട് മലാപ്പറമ്പിൽ ജോലി ചെയ്യുമ്പോഴാണ് റിട്ടയർ ചെയ്തത്. അപ്പോഴേക്കും അവിടെ പരപ്പരക്കുന്ന എന്ന സ്ഥലത്ത് ചേവായൂര് അവിടെ നല്ലൊരു വീടും ഒക്കെ വയ്ക്കാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ DPA ഓഫീസിലെ ക്ലർക്കായ സുശീലയാണ്. അവർക്ക് ഒരു മകനും ഒരു മകളുമുണ്ട്. മകൾ പഠിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ താപനിലയത്തിൽ ജോലി ചെയ്യുക. ഇപ്പോൾ കുറേ കാലം കഴിയുമ്പോഴായിരുന്നു. ഇപ്പോൾ ഛത്തീസ്ഗഡ് കേട്ടിട്ടുണ്ടാവും, അവിടെയാണ്. അപ്പോൾ ചെറിയ 2 കുട്ടികളെ നോക്കാൻ വേണ്ടി അച്ഛനും അമ്മയും അവിടെ പോയിരിക്കും. അവിടെ നിന്നാണ് അദ്ദേഹം ഈ നിഴലും നിലാവും എന്ന ആത്മകഥ പൂർത്തിയാക്കി. ഇത് വായിക്കേണ്ടതാണ്. എന്തുകൊണ്ട്? നമുക്കും ജീവിതത്തിൽ പ്രാരബ്ധങ്ങളുണ്ടാവും, ദുഃഖങ്ങളുണ്ടാവും, കഷ്ടപ്പാടുകളുണ്ടാവും, എതിർപ്പുകളുണ്ടാവും. അതിനെയൊക്കെ തരണം ചെയ്ത് സുസ്ഥിരമായ ഒരു ജീവിതത്തിലേക്ക് നമുക്കും കടക്കാൻ കഴിയണം. അതിനുള്ളൊരു വഴികാട്ടിയാണ് നിഴലും നിലാവും. ഒറ്റ ഇരിപ്പിലിരുന്ന് ഞങ്ങളത് വായിക്കും, ഉറപ്പാണ്. അത്ര സുതാര്യമായ ലളിതമായ കുറച്ച് നർമ്മം കലർന്ന ഭാഷയിലാണ് അത് എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു 25 കോപ്പി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 200 രൂപയാണ് അച്ചടിച്ചിട്ടുള്ളത്. പക്ഷേ ഓൺ ദ സ്പോട്ട് ഇവിടെ എടുക്കുന്നവർക്ക് അത് 150 രൂപയ്ക്ക് കൊടുക്കുന്നതാണ്. ജീവിതത്തെ നമ്മളെങ്ങനെ ദരിദ്രമായ ഇല്ലായ്മയുടേതായ ഒരു ലോകത്ത് നിന്നും ഉയർത്തിക്കൊണ്ടുവരാം എന്നുള്ളതിന് മാതൃകയാണ് ഈ ഗ്രന്ഥം. അതുകൊണ്ട് താല്പര്യമുള്ളവർ അതെടുക്കണം. ഈ ഗ്രന്ഥത്തെ പറ്റി കൂടുതൽ വിവരം രാജീവ് കാറോമണ്ണ എഴുത്തുകാരൻ്റെ വാക്കുകളിൽ 7 പതിറ്റാണ്ടുകാലത്തെ എൻ്റെ ജീവിതത്തിനിടയിൽ ഉണ്ടായ അനുഭവങ്ങളിൽ ചിലത് പ്രിയപ്പെട്ട വായനക്കാരുമായി പങ്കുവയ്ക്കുക എന്ന നിരുപദ്രവ കർമ്മമാണ് ഈ പുസ്തകത്തിലൂടെ ഞാൻ നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നത്. എഴുത്തുവഴിയിൽ സ്നേഹവാത്സല്യങ്ങളോടെ എന്നെ കൈപിടിച്ചു നടത്തിയ അഭിവന്ദ്യ ഗുരുനാഥൻ ശ്രീ വി രാമചന്ദ്രയ്യർ സാറിൻ്റെ തൃപ്പാദങ്ങളിൽ ഞാൻ ഭക്ത്യാദരപൂർവ്വം നമസ്കരിക്കുന്നു. എന്നെ വളർത്തി വലുതാക്കിയ നിരക്ഷരരായ മാതാപിതാക്കളോടും കുടുംബാംഗങ്ങളോടും ഗുരുനാഥന്മാരോടും സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും എനിക്കുള്ള സ്നേഹാദരങ്ങളും കടപ്പാടും ഇവിടെ രേഖപ്പെടുത്തുന്നു. എൻ്റെ ഈ അനുഭവക്കുറിപ്പുകളുടെ സമാഹാരത്തെ അതീവ ഹൃദ്യവും പ്രൗഢവുമായ ഒരവതാരികയിലൂടെ അനുഗ്രഹിച്ച പ്രശസ്ത പത്രാധിപരും എനിക്ക് ഗുരുസ്ഥാനീയനുമായ ശ്രീ ടി ബാലകൃഷ്ണൻ അവர்களോടുള്ള എൻ്റെ കൃതജ്ഞതയും കടപ്പാടും വാക്കുകൾക്ക് അതീതമാണ്. ഈ പുസ്തകം മനോഹരമായി പ്രസിദ്ധീകരിക്കാൻ സന്മനസ് കാണിച്ച കോഴിക്കോട്ടെ ട്രെൻഡ് ബുക്സിൻ്റെ സാരഥികൾക്കും പ്രിയപ്പെട്ട വായനക്കാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. തുളസീദളം.
ശ്രീ തുളസീധര ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സ് ഇവിടെ തന്നെ ഉണ്ട് എന്ന് ഉറപ്പാണ്. തൻ്റെ ഗുരുനാഥനെ കുറിച്ച് അദ്ദേഹം ഏറെ പറയുകയും ചെയ്തു. ഈ പുസ്തകത്തെക്കുറിച്ച് ഏറെക്കുറെ ഇപ്പോൾ മാഷ് തന്നെ ഇവിടെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരുപാട് അതിന്റെ വിവരണങ്ങളിലേക്ക് കടക്കുന്നില്ല. VC ബാലകൃഷ്ണ പണിക്കരുടെ പ്രശസ്തമായ കൃതിയാണ് ഒരു വിലാപം എന്നത്. അതിലെ ശ്ലോകം സാരാനർഘ പ്രകാശ പ്രചുരിമ പുരളും ദിവ്യരത്നങ്ങൾ ഏറെ പരാവാരത്തിനുള്ളിൽ പരമിരുൾ നിറയും കന്ധരത്തിൽ കിടപ്പൂ. ഘോരാരണ്യ ചുഴക്കാറ്റടികളിൽ ഇളകി തൂമണം വ്യർത്ഥമാക്കുന്നോരാപ്പൂ എത്രയുണ്ടാവും. അവകളിൽ ഒരു നാൾ ഒന്ന് കേളിപ്പെടുന്നു. കിഴാള ജീവിതത്തിന്റെ ഏറ്റവും താഴ്ന്ന അവസ്ഥയെക്കുറിച്ചും അതിൽ നിന്ന് ഭാഗ്യം കൊണ്ടും പ്രതിഭ കൊണ്ടും ഉത്തമനായ ഒരു ഗുരുനാഥന്റെ സാമീപ്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടുമൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന ജ്വലിക്കുന്ന ഒരു രത്നത്തെക്കുറിച്ച് തന്നെയാണ് ഈ ശ്ലോകം. തീർച്ചയാണ് അവകളിൽ ഒരു നാൾ ഒന്നു കേളിപ്പെടുന്നു എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. അങ്ങനെ എത്രയോ എണ്ണം നശിച്ചുപോയി കിടക്കുന്നുണ്ടായിരിക്കാം, നമ്മളതൊന്നും അറിയുന്നില്ല. കേളിപ്പെടുമ്പോഴേ ആളുകൾ അറിയുമോ ഹേമമാണല്ലോ എന്ന് അറിയുന്നു. എന്തായാലും ഈ പുസ്തകം എനിക്ക് നേരത്തെ വായിക്കാൻ കിട്ടിയിട്ടുണ്ട്. മാഷി ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇരുന്ന ഇരിപ്പിൽ വായിച്ചു തീർത്ത പുസ്തകം തന്നെയാണ്. കാരണം എന്തിനാണ് പുസ്തകം വായിക്കുന്നത് എന്നൊരു ചോദ്യം പ്രസക്തമാണ്. നമ്മൾ എന്തിനാണ് പുസ്തകം വായിക്കുന്നത്? പുസ്തകം വായിക്കുന്നത് ഒരു ഒറ്റ ജീവിതത്തിൽ ഒരുപാട് ജീവിതങ്ങളെ അനുഭവിക്കാനാണ്. ഓരോ ജീവിതത്തിലും പരിമിതികളുണ്ട്. ഈ പരിമിതികളെ മറികടന്നുകൊണ്ട് മറ്റുള്ള ആളുകളുടെ ജീവിതങ്ങളെ അറിയുമ്പോൾ, മറ്റുള്ളവരുടെ ജീവിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന അതീന്ദ്രിയാനുഭവങ്ങളുണ്ട്. അവരെ കുറിച്ചുള്ള ചില സങ്കല്പങ്ങളുണ്ട്, ചിന്തകളുണ്ട്, മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളുണ്ട്. ആ കഷ്ടപ്പാടുകളിൽ നിന്ന് അവർ കരയേറിയതിനെ കുറിച്ചുള്ള ചിത്രങ്ങളുണ്ട്. ഇതൊക്കെ നമ്മെ വീണ്ടും വീണ്ടും ജീവിപ്പിക്കാൻ, മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കും. കടുത്ത അവഗണനയിൽ നിന്നും അധസ്ഥിതിയിൽ നിന്നും ഉയർന്നു വന്ന ഒരാളുടെ നേർസാക്ഷ്യം തന്നെ, കാഴ്ച തന്നെയാണ് ഈ പുസ്തകം. മാഷ് പറഞ്ഞ പോലെ തന്നെ നിഴലും നിലാവും തന്നെയാണ്. നിഴലായി നിന്നിരുന്ന ഒരു കാലം നിലാവായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലം. അതിന് കാരണമായ പലതുമുണ്ട്. അതിൽ ഒരൊറ്റ സംഭവം, ഒരുപക്ഷെ ആ നിഴലിൽ നിന്ന് നിലാവിലേക്കുള്ള വഴിയിൽ വളരെ പ്രസക്തമാവുന്ന ഒന്ന്, 21-ാം വയസ്സിൽ ജോലി കിട്ടി, പിറ്റേ ദിവസം യാത്ര പുറപ്പെടേണ്ട ആൾ തലേ ദിവസം രാത്രിയാണ് പാൻസ് തയ്പ്പിച്ച് കിട്ടുന്നത്. പാൻസ് തയ്പ്പിച്ച് കിട്ടാൻ ഏറെ വൈകി, അതുകൂടി ആയിട്ട് പോകേണ്ടതാണ്. പാൻസ് കഴിഞ്ഞ് മാഷ് പറഞ്ഞു, ഒരു കുതിരപ്പുഴ ഉണ്ടെന്ന് പറഞ്ഞു. പാൻസ് തയ്പ്പിച്ച് കിട്ടി, രാത്രി ഏറെ വൈകിയപ്പോഴേക്കും തോണിക്കാരൻ പോയിരിക്കുന്നു. കുതിരപ്പുഴ അങ്ങനെ അതിശക്തമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി തവണ ആ പുഴയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തിയ ആള് തന്നെയാണ്. എന്തു ചെയ്യണമെന്ന് അറിയില്ല. അതിരാവിലെ നാളെ പുറപ്പെടാനുള്ള തയ്യാറെടുപ്പുകൾ വേണ്ടതാണ്. ഒന്നും ആലോചിക്കാതെ മുണ്ടെല്ലാം മടക്കി കുത്തി, മുണ്ടെല്ലാം മാറ്റി തലയിൽ വെച്ച്, കൊട ഓരത്ത് വെച്ച് അദ്ദേഹം ആ ഒഴുക്കിലേക്ക് ഇറങ്ങുകയാണ്. സ്ഥിരപരിചയം കാരണം ആ ഒഴുക്കിലേക്ക് ഇറങ്ങുകയാണ്. പൂരാക്കൂരിട്ട് പുഴയെ അനുഭവിച്ച ഒരാൾ എന്ന നിലയിൽ ഇത് എന്റെ ജീവിതമാണ്, ഇത് മറികടക്കേണ്ടതുണ്ട് എന്നൊരു തോന്നലിൽ ആ പുഴയിലേക്ക് ഇറങ്ങുകയാണ്. പുഴയിലേക്ക് ഇറങ്ങിയപ്പോൾ മുൻപ് ഒരിക്കലും അനുഭവിക്കാത്ത ഒരു ക്ഷീണം, തളർച്ച അദ്ദേഹം അവിടെ അനുഭവിക്കുകയാണ്. നാളെ പുറപ്പെടേണ്ടതാണ്, പുതിയ ജീവിതത്തിലേക്ക് പുറപ്പെടേണ്ടയാളാണ്. എന്റെ ചുവടൊന്ന് പിഴച്ചാൽ, എന്റെ കാലൊന്ന് തളർന്നാൽ, മനസ്സ് ശക്തി കുറഞ്ഞാൽ ഒരുപക്ഷെ ഈ പുഴയിലൂടെ അനാഥ ശവമായി മറ്റെവിടെയെങ്കിലും ഞാൻ പോകുമല്ലോ, അതിന് വിട്ടുകൂടാ എന്ന് ആലോചിച്ച് പകുതിയോളം എത്തിയതിനു ശേഷം തിരിച്ച് അദ്ദേഹം ആ പഴയ സ്ഥലത്തേക്ക് തന്നെ നീന്തി കയറുകയാണ്. ആ നീന്തി കയറിയത് പുഴയുടെ തീരത്തേക്കല്ല,
പകരം ജീവിതത്തിലേക്കാണ്. അന്ന് അത് തുടർന്നിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ഈ പുസ്തകം കാണില്ല, നിഴലും നിലാവും ഉണ്ടാവില്ല, നിഴലിൽ ഒടുങ്ങേണ്ടതാകുമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. ഇത് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇത്തരത്തിലുള്ള നിരവധി തീക്ഷ്ണാനുഭവങ്ങളുള്ള ഈ പുസ്തകം നമുക്ക് മികച്ച ഒരു വായനാനുഭവം നൽകുമെന്നുള്ളത് ഉറപ്പാണ്. നല്ല ഭാഷ, അദ്ദേഹത്തിന് കവി എം.എൻ. പാലൂരുമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എല്ലാവരും ഈ പുസ്തകം വായിക്കണം. ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയാൻ ഈ സമയം ഉപയോഗിക്കുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. അദ്ദേഹത്തിന്റെ ആശംസ അറിയിക്കുന്നതിന് വേണ്ടി ശ്രീമതി വിദ്യ ഉണ്ണികൃഷ്ണനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആശംസകളാണ് വായിക്കുന്നത്. സ്നേഹാദരങ്ങളോടെ അമൃത നവതി മംഗളാശംസകൾ. 1967 നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ ഹൈസ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ശ്രീ രാമചന്ദ്ര അയ്യർ മാസ്റ്റർ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനാകുന്നത്. അയ്യർ മാഷിൻ്റെ ശിക്ഷണ വൈദഗ്ധ്യത്തിലൂടെ മലയാള ഭാഷയുടെ വശ്യ സൗന്ദര്യം കണ്ണും മനസ്സും തുറന്ന് ആസ്വദിക്കുവാൻ ശിഷ്യനായ എനിക്കും എൻ്റെ പ്രിയപ്പെട്ട സതീർത്ഥ്യർക്കും അന്ന് സുവർണാവസരം ലഭിച്ചു. അപാരമായ പാണ്ഡിത്യവും അളവറ്റ വാത്സല്യവും കൈമുതലായ രാമചന്ദ്ര അയ്യർ സാർ കവിതയും കഥയും എഴുതുവാൻ ഞങ്ങൾക്ക് പ്രോത്സാഹനം നൽകി. ഗുരുനാഥന്റെ മേൽനോട്ടത്തിൽ അർച്ചന എന്ന ഒരു കയ്യെഴുത്തു മാസിക ഞങ്ങൾ അന്ന് പ്രകാശനം ചെയ്യുകയുണ്ടായി. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി മമ്പാട് കോളേജിൽ ചേർന്ന് പഠിക്കുമ്പോഴും പ്രിയ ഗുരുനാഥനുമായുള്ള സമ്പർക്കം ഞാൻ തുടർന്നു പോകുന്നു. ഗുരുവിൻ്റെ വസതിയായ ജ്യോതിർമന്ദിരത്തിൻ്റെ പടിവാതിൽ എനിക്കായി എപ്പോഴും തുറന്നു കിടന്നു. അവിടുത്തെ തൊടിയിൽ വളർന്നിരുന്ന പഴുത്ത പപ്പായയും അലമാരയിൽ വിശ്രമിച്ചിരുന്ന മലയാള പുസ്തകങ്ങളും ഗുരുനാഥൻ സസ്നേഹം ഞാനുമായി പങ്കുവച്ചിരുന്നു. കവനകൗതുകം ശ്ലോകമാസികയുമായി എന്നെ ബന്ധപ്പെടുത്തിയതും അതിൽ പ്രസിദ്ധീകരിച്ചു വന്ന എൻ്റെ ശ്ലോകങ്ങളുടെ സമാഹാരമായ ആരണ്യരത്നം പ്രൗഢഗംഭീരമായ ഒരു അവതാരിക എഴുതി അനുഗ്രഹിച്ചതും ശിഷ്യവത്സലനായ ഗുരുനാഥൻ തന്നെയാണ്. സംസ്കൃത ഭാഷയിലെ ശ്രീരാമോദന്ത കാവ്യത്തിനും 210 സുഭാഷിതങ്ങൾക്കും ഭഗവത്ഗീതയ്ക്കും ഞാൻ ചെയ്ത വൃത്താനുവൃത്ത വിവർത്തനങ്ങൾ ക്ഷമയോടെ പരിശോധിച്ച് തിരുത്തി പരിഷ്കരിച്ച് നൽകിയതും സ്നേഹസമ്പന്നനായ ഗുരുനാഥൻ തന്നെയാണ്. ഭക്തപ്രിയ മാസികയിലും കവനകൗതുകത്തിനും പ്രസിദ്ധീകരിച്ചു വന്ന എൻ്റെ കവിതകൾ പീലികാലം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ അനുഗ്രഹവും വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളും നൽകി ആചാര്യൻ എന്നെ അനുഗ്രഹിച്ചു. ഇപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്യുന്ന നിഴലും നിലാവും എന്ന പുസ്തകത്തിലെ ഓർമ്മക്കുറിപ്പുകൾ താല്പര്യപൂർവ്വം വായിക്കുകയും ഇത് പുസ്തകമാക്കണമെന്ന് സ്നേഹപൂർവ്വം നിർബന്ധിക്കുകയും ചെയ്തത് മറ്റാരുമാണ്. അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിച്ച ശേഷം ഒറ്റപ്പാലത്ത് സ്ഥിരതാമസമാക്കിയ ഗുരുനാഥൻ അമൃതഭാരതി അക്ഷരശ്ലോക സമിതി രൂപീകരിക്കുകയും അക്ഷരശ്ലോകത്തിലും കാവ്യകലയിലും താല്പര്യമുള്ള വിദ്യാർത്ഥികളെ സൗജന്യമായി പരിശീലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോഴും. സുദർശനം എന്ന ഗുരുഭവനം അങ്ങനെ ഇവിടത്തെ പ്രതിഭാശാലികളായ വിദ്യാർത്ഥികൾക്ക് ആശ്രയവും അനുഗ്രഹവുമായി സ്ഥിതി ചെയ്യുന്നു. അക്ഷരശ്ലോകത്തിലും കാവ്യകലയിലും നിരന്തരം ജേതാക്കളായി നാടിൻ്റെ യശസ് ഉയർത്താൻ അവർക്ക് എങ്ങനെ അവസരം ലഭിക്കുന്നു? അധ്യയനം എന്ന നിഷ്കാമ സൽക്കർമ്മം ഈ 90ാം ജന്മത്തിലും ആചാര്യൻ നിസ്തന്ത്രം തുടർന്നു പോരുന്നു. കഠിന തപസ്സിലൂടെ ഗുരുനാഥൻ പ്രസിദ്ധപ്പെടുത്തിയ അക്ഷരശ്ലോക സാഗരം എന്ന ഗ്രന്ഥം അക്ഷരശ്ലോക കലാകാരന്മാർക്കും വിദ്യാർത്ഥികൾക്കും ഏറെ പ്രയോജനപ്രദമായി തീരുകയും സഹൃദയരുടെയും പണ്ഡിതന്മാരുടെയും പ്രശംസയ്ക്ക് പാത്രീഭവിക്കുകയും ചെയ്തു. കൂടാതെ കേരള ദർശനം എന്ന ഒരു തുള്ളൽ കൃതിയും ആചാര്യൻ്റെതായി ഉണ്ട്. കേരളത്തിലെ പ്രശസ്തമായ അക്ഷരശ്ലോക സമിതികളെല്ലാം ഗുരുനാഥനെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ ആശാൻ സ്മാരക സമിതിയുടെ കാവ്യശ്രീ പുരസ്കാരവും ആചാര്യനെ തേടിയെത്തുകയുണ്ടായി. ഇന്ന് 2024 നവംബർ 24 ഞായറാഴ്ച ഗുരുനാഥന്റെ നവതി ആഘോഷം നടക്കുകയാണ്. ആചാര്യന്റെ വാത്സല്യം ആവോളം അനുഭവിച്ച ശിഷ്യരും ആരാധകരായ നാട്ടുകാരും അത്യാവേശപൂർവ്വം നടത്തുന്ന ഈ നവതി മഹോത്സവത്തിൽ നേരിട്ട് പങ്കെടുക്കുവാൻ സാധിക്കാത്തതിന് ഞാൻ ക്ഷമ ചോദിക്കും. 90ാം വയസ്സിലും കർമ്മോത്സുകനായി ഭാഷാ സേവനം നടത്തുന്ന പ്രിയ ഗുരുനാഥന് സർവമംഗളങ്ങളും ആയുരാരോഗ്യ സൗഖ്യവും നേരുന്നു.
തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. സ്നേഹാദരങ്ങളോടെ ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ ബിലാസ്പൂർ ജില്ലയിൽ നിന്ന് ശിഷ്യൻ തുളസീധർ. നന്ദി ശ്രീ രാജീവ് മാസ്റ്റർ. നന്ദി ശ്രീമതി. നമസ്തേ ശിവേ ശർമ്മദേ സർവശക്തി ഉമേ സർവവിദ്യാസ്വരൂപേ വിരക്തേ നമസ്വസ്യ ഭക്തേഷു കാരുണ്യയുക്തേ നമസ്തേസ്തു മൂകാംബികേ ശുദ്ധബുദ്ധേ നമഃ ശങ്കര ജ്ഞാനദാത്രീ വിദാത്രീ നമഃ കാളരാത്രീ നമസ്തേ സവിസ്ത്രീ